കൊല്ലം ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ ഒഴിവ് നികത്താൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പരാതി. മുഖത്തല സ്വദേശി കൃഷ്ണൻകുട്ടി നായരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. വിവരാവകാശ രേഖകൾ പ്രകാരമാണ് കൃഷ്ണൻകുട്ടി നായരുടെ പരാതി. ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ഉള്ളത്. 2022 നടന്ന അഭിമുഖത്തിലെ ലിസ്റ്റിൽ 6ാമതാണ് കൃഷ്ണൻകുട്ടി നായരുടെ സ്ഥാനം. കമ്മിറ്റിയിൽ നിന്നും ഒരംഗത്തെ പിരിച്ചുവിട്ടതോടെ അടുത്ത സാധ്യത കൃഷ്ണൻകുട്ടി നായർക്കാണെങ്കിലും ഈ ഒഴിവ് നികത്താൻ അധികൃതർ തയ്യാറായില്ല. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ വന്ന ഒഴിവ് 100% അർഹതപ്പെട്ട ആളാണ് ഞാൻ. സെലക്ഷൻ കമ്മിറ്റി സർക്കാരിന് സംബന്ധിച്ച പാനലിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒന്നാമതാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. സർക്കാർ നേരത്തെ നിയമിക്കപ്പെട്ട ഒരാൾ സർക്കാർ പിരിച്ചുവിട്ടതിനെ തുടർന്നാണ് എൻ്റെ ഊഴം വന്നത്. പക്ഷേ ഈ നിയമനം എനിക്ക് നൽകാതെ ചില കക്ഷികൾ, ഞാൻ എൻ്റെ സ്വന്തം മനുഷ്യരെന്ന് വിചാരിച്ച ഒരാൾ മന്ത്രി ഓഫീസിലെ ഒരാളുമായിട്ട് ചേർന്നുകൊണ്ട് എനിക്ക് നിയമനം ചേരുന്നതിന് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. തുടർന്ന് മന്ത്രി വീണ ജോർജിന് ഉൾപ്പെടെ പരാതി നൽകി. നടപടി ഉണ്ടാകാത്തതിനാൽ വിവരാവകാശം വഴി അന്വേഷിച്ചപ്പോൾ പാനൽ കാലാവധി അവസാനിച്ചെന്നും അഭിമുഖം നടത്തി പുതിയ പാനൽ തയ്യാറാക്കണമെന്ന മറുപടിയാണ് ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർ നൽകിയത്. എന്നാൽ താൻ അനുജനെ പോലെ വിശ്വസിച്ച ഒരാൾ മന്ത്രി ഓഫീസിൽ നടത്തിയ ഇടപെടലിലൂടെയാണ് തന്റെ നിയമനം നടക്കാത്തത് എന്ന് കൃഷ്ണൻകുട്ടി നായർ ആരോപിച്ചു. ഞാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് എൻ്റെ നിയമനം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ പരാതി ബഹുമാനപ്പെട്ട അഡീഷണൽ ചീഫ് സെക്രട്ടറി വിജിലൻസ് നൽകിയിരിക്കുകയാണ്. വിജിലൻസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടന്നു വരികയാണ്. മാത്രമല്ല ചീഫ് സെക്രട്ടറിക്ക് ഞാൻ 2-3 തവണ പരാതി കൊടുത്തു. അതും സർക്കാരിന് നൽകിയെങ്കിലും അക്കാര്യത്തിലും നടപടിയെടുക്കുന്നില്ല. ഇപ്പോൾ ഗവർണർക്ക് ഞാൻ നൽകിയ പരാതിയിൽ എൻ്റെ അപേക്ഷ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ S4 2487/2004 കത്ത് പ്രകാരം മുഖ്യമന്ത്രിക്ക് എൻ്റെ അപേക്ഷയും ഗവർണറുടെ ശുപാർശയും കൈമാറിയിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് നിയമനം തരുന്നതിന് ഞാൻ എൻ്റെ സ്വന്തം ആളെന്ന് ധരിച്ചിരുന്ന ഒരു വ്യക്തി എൻ്റെ പിറകെ നടന്ന് എനിക്ക് നിയമനം തരുന്നതിന് തടസ്സപ്പെടുത്തുകയാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മാതൃകാ ചട്ടങ്ങളിലെ വ്യവസ്ഥ അനുസരിച്ചാണ് കാലാവധി അവസാനിച്ചെന്ന മുടന്തൻ ന്യായം ശിശുക്ഷേമ വകുപ്പ് പറയുന്നത്. എന്നാൽ 2017 ജൂലൈയിലെ സംസ്ഥാന സർക്കാർ വിജ്ഞാപന പ്രകാരം 3 വർഷമാണ് കമ്മിറ്റിയുടെ കാലാവധി. 2025 കാലാവധി അവസാനിക്കുന്നതിനാൽ ഇപ്പോൾ നിയമനം നൽകിയാൽ കൃഷ്ണൻകുട്ടിക്ക് 3 വർഷം കൂടി തുടരാനാകും. സംസ്ഥാന സർക്കാർ ചട്ടം രൂപീകരിച്ചാൽ കേന്ദ്ര ചട്ടം ബാധകമല്ലെന്ന കാര്യം കാറ്റിൽ പറത്തിയാണ് ഇദ്ദേഹത്തിന് നീതി നിഷേധിക്കുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനാണ് നീതിന്യായ കോടതിയും അതുപോലെ തന്നെ പഞ്ചായത്ത് തോറും പോലീസ് സ്റ്റേഷനും ഉള്ളത്. എനിക്ക് അർഹതപ്പെട്ട നിയമനം തരുന്നതിന് എല്ലാ ആളുകളും എനിക്ക് സഹായമായി നിൽക്കണം. മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനാൽ ഇനി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കൃഷ്ണൻകുട്ടി നായർ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.